7-ാം മാസം ഞാൻ പോയപ്പോ കരയുന്നത് പോലെ അഭിനയിച്ചത്. എന്നിട്ട് ഇന്നിപ്പോ ചോദിക്കുക 7-ാം മാസം കഴിഞ്ഞ പെണ്ണ് അവിടെ. അതാ ഞാൻ വിചാരിച്ചു കണ്ണിൽ എന്തെങ്കിലും പോയതായിരിക്കും ആദ്യം. അതിൽ എത്ര 3 വർഷം 4 വർഷം വരെ ഇംപ്രസ്മെന്റ് കൊടുക്കാൻ പറ്റുന്ന കേസാണത്. ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് 2005, 498 IPC, ഈ പറഞ്ഞ സാധനമൊക്കെ അടിച്ചു കയറ്റാൻ പറ്റുന്ന. ഹലോ ഗൈസ്, ഇറ്റ്സ് മീ നാനി. എല്ലാവർക്കും സുഖം തന്നെ അല്ലേ? ഞാനിന്ന് രാവിലെ ഒരു വീഡിയോ ഇട്ടായിരുന്നു നമ്മുടെ മൃദുല സംബന്ധമായിട്ടുള്ള കാര്യം. കാരണം കമൻറ്റ് ബോക്സിൽ ചെന്ന് ആരും ഇങ്ങനെ തെറിയും കാര്യങ്ങളൊന്നും വിളിക്കരുത്. അതിൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ ഒരു കുഞ്ഞിൻ്റെ അമ്മയാണ്. അപ്പോൾ നിങ്ങൾ ഓരോ കാര്യങ്ങളൊക്കെ തെറിയും കാര്യങ്ങളൊക്കെ വിളിക്കുമ്പോൾ ഓൾറെഡി കമൻറ്റ്സും കാര്യങ്ങളൊക്കെ നോക്കുന്നത് അവർക്കും വല്ല ഹെൽത്ത് ഇഷ്യൂസോ കാര്യങ്ങളൊക്കെ ഉണ്ടായി എന്ത് ചെയ്യും? എൻ്റെ അക്കൗണ്ടിൽ വന്നിട്ട് എന്നെ നല്ല രീതിയിൽ പൊങ്കാല ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് പേർക്ക് ഞാൻ മറുപടി കൊടുത്തായിരുന്നു, മാന്യമായിട്ട് തന്നെ മറുപടി കൊടുത്തത്. ഓക്കെ, എന്തായാലും ഇന്ന് പ്രവീണും മൃദുലയും കൂടെ വന്നു, കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. എന്താ പറയുക, ഇന്നലെ കൊച്ചു ഒരു വീഡിയോ പറഞ്ഞായിരുന്നു അച്ഛന് പുറത്തിറങ്ങാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. ഇന്നത്തെ ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ തന്നെ അച്ഛന് മുറ്റത്ത് പോലും ഇറങ്ങാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമുക്കെന്താ വീഡിയോയിലോട്ട് പോവാം. സത്യം പറയാലോ, ഇന്നത്തെ ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം മറ്റേ വീഡിയോ നോക്കുമ്പോൾ എനിക്ക് ചിരിയാണ് വരുന്നത്. ഇന്നലെ കൊച്ചുവിൻ്റെ കാര്യങ്ങൾ ഞാൻ സംസാരിച്ചു, നല്ല മെച്ചൂർഡായിട്ട് തന്നെ അവൻ സംസാരിച്ചത്. പിന്നെ പ്രവീണിൻ്റെ കാര്യം എടുത്തു പറയാമെന്ന് വെച്ചാൽ അവൻ ആ വീഡിയോ അമ്മയ്ക്ക് അയച്ചു കൊടുത്തു. എന്നിട്ട് അമ്മേനോട് ചോദിച്ചായിരുന്നല്ലോ, അമ്മ ഈ വീഡിയോ കണ്ടിട്ട് എന്താ അഭിപ്രായം? അപ്പോൾ അമ്മ പറഞ്ഞു ഈ പാർട്ട് കട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. ഇല്ല, ഞാനത് ഫുള്ളായിട്ട് ഇടുമെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പം ഞാൻ പറയുകയും ചെയ്തു ഇവൻ എന്തിനാണ് അമ്മയ്ക്ക് അത് അയച്ചു കൊടുത്തത്, അല്ലെങ്കിൽ അമ്മയ്ക്ക് അയച്ചു കൊടുക്കേണ്ട ആവശ്യമില്ലായിരുന്നു. ഓക്കെ, അങ്ങനെയൊക്കെയുള്ള കൊച്ചു കാര്യങ്ങളൊക്കെ ഞാൻ പ്രവീണിൻ്റെ കാര്യങ്ങൾ എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ കൊച്ചുവിനെ തന്നെ സപ്പോർട്ട് ചെയ്തിട്ടാണ് ഞാൻ സംസാരിച്ചത്. പക്ഷേ ഇന്ന് കുറച്ച് തെളിവും കാര്യങ്ങളുമായിട്ട് വന്നപ്പോൾ കറക്റ്റായിട്ട് അവൻ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് എന്തായാലും ന്യായം പ്രവീണിൻ്റെ ഭാഗത്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോവാം. നിങ്ങൾ കേൾക്കണം, എനിക്ക് പറയാനുള്ളത് നിങ്ങൾ കേൾക്കണം. അത്രയും ഇതായിട്ടുള്ളൊരു ചാനൽ ഇനി ഇങ്ങനെയൊക്കെ ആയി എന്നുള്ള കാര്യത്തിൽ വളരെ സങ്കടമുണ്ട്. ഒരിക്കലും ഇങ്ങനെ നാവെന്ന് പ്രതീക്ഷയല്ല കേട്ടോ. മെയിൻ റീസൺ എന്ന് പറയുന്നത് ഇപ്പോൾ കൊച്ചുവിൻ്റെ സൈഡിൽ നിന്ന ഒരു റിയാക്ഷനാണ്. ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ഈ മാറ്ററോട് വിട്ടേ, എനിക്കിത് കൊണ്ട് തുറന്നുകൊണ്ട് പോലും താല്പര്യമില്ല. ഞാൻ നിങ്ങൾക്കറിയാം, ആ വീഡിയോയിൽ ഞാൻ അവരാരും കുറ്റപ്പെടുത്തിയിട്ടില്ല. എനിക്ക് അഡ്രസ്സിൽ നിന്നുള്ള കാര്യം പറയുന്നു, അത് സത്യമാണ്. അതിലിപ്പോഴും ഞാൻ ഉറച്ചു നിൽക്കുന്നു. ൻ്റെ അടുത്തോട്ടൊന്ന് പോയിട്ട് നമുക്ക് കുറച്ച് കാര്യം നോക്കാനുണ്ട്. എന്നിട്ട് അതും ഇതും കൂടെ നമുക്കൊന്ന് സംസാരിക്കാനുണ്ട്. അവ ഒരിക്കലും എൻ്റെ ചേട്ടനാവായിരിക്കത്തില്ല, ഒരിക്കലുമില്ല. അവൻ്റെ അനിയനാണ് ഞാൻ, എൻ്റെ ചേട്ടനാവൻ. അതൊരിക്കലും മാറത്തില്ല, അതങ്ങനെ തന്നെ ആയിരിക്കും. പിന്നെ പ്രശ്നം ഇന്നലെ എനിക്ക് തോന്നുന്നു സോഷ്യൽ മീഡിയയിൽ ഈ ഒരു ഡയലോഗ് അത്യാവശ്യം ട്രെൻഡിങ് തന്നെ ആയിരുന്നു, ഇവരുടെ വീഡിയോയുടെ ഇടയിലാണെങ്കിൽ പോലും. എനിക്ക് അതിനേക്കാൾ ഏറ്റവും കൂടുതൽ അതിശയിപ്പിച്ചൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ആ സൈഡിൽ നിന്നിട്ട് ആ അച്ഛൻ ഇങ്ങനെ തട്ടിയില്ലേ, ബ്രില്യൻറ്റ്. നിങ്ങളൊക്കെ വേറെ ലെവലാണ്. കുമ്പിട്ട് തൊഴണം കേട്ടോ, നിങ്ങളെ നമിക്കണം. ആ കാൽപാദങ്ങളിൽ വന്ന് തൊട്ട് തൊടാൻ ഈ അടിയന് ഒരവസരം തരൂ ദയവ് ചെയ്ത്. ബാക്കിയും കൂടെ കാണാം. ഇത് പ്രശ്നം പറഞ്ഞ് എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അവൻ എൻ്റെ അടുത്ത് ചെയ്തതൊന്നും ശരിയല്ല. പക്ഷെ ഞാൻ വിടും, എല്ലാം ഞാൻ മറക്കും. ദേവി ഇത് വെറുതെ വിടുക. എനിക്ക് യൂട്യൂബിൽ ഒന്ന് വീഡിയോ ഇടാനോ അല്ലെങ്കിൽ എനിക്ക് ഒരുപാട് പൈസ സമ്പാദിക്കാനോ എനിക്ക് ഒരു താല്പര്യമില്ല. എനിക്ക് സമാധാനം തരാം, ദേവി. ഇത് നിനക്ക് ഒന്നിനും താല്പര്യമില്ലെന്ന് മൃദുല ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. നീ ഒരു പണിയെടുക്കത്തില്ല, എഴുന്നേക്കപ്പോൾ തന്നെ 1 മണി 2 മണിയൊക്കെ ആവുമെന്നാണ് പറയുന്നത്. അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണലായിട്ടുള്ള കാര്യം. എഴുന്നേക്കുന്നതിനെ കുറിച്ചൊന്നും ഇവിടെ ആരും പറയുന്നില്ല. ഇതിന് കറക്റ്റ് മറുപടി നമ്മുടെ ആര് തരുന്നുണ്ട്? പ്രവീണും മൃദുലയും തരുന്നുണ്ട്. അത് നിങ്ങളൊന്ന് കേട്ടു നോക്ക്. പക്ഷേ ഇതൊക്കെ സഹിക്കുന്നതിനൊരു പരിധിയുണ്ട്. അവന് യൂട്യൂബിൽ വീഡിയോ ഇടാൻ താല്പര്യമില്ല. അവന് വീഡിയോ ഇതിന് പറയുന്നുണ്ടല്ലോ, വീഡിയോ വരുമാനം വേണ്ട, വീഡിയോ ഇടാൻ താല്പര്യമില്ല, ഒരു സമാധാനം മതി. അങ്ങനെയുള്ള ഒരാൾ എന്തിന് അവന്റെ അക്കൗണ്ടിൽ ആദ്യത്തെ വീഡിയോ തന്നെ ഇതാക്കി? അതിന് മുന്നേ കുറെ വീഡിയോസ് എടുത്തിട്ടുണ്ട്, വാഴ വെക്കാൻ പോകുന്നത്, ചിക്കൻ കറി ഉണ്ടാക്കുന്നത്. ഇനി അതൊക്കെ ഇടുമെന്ന് എനിക്ക് അറിഞ്ഞിട്ടില്ല, കാരണം കുറെ പറഞ്ഞുകൊണ്ട് എടുത്തില്ല. കാരണം അവൻ ലൈറ്റ് വാങ്ങിക്കുന്നത്, അവൻ വീട്ടിൽ അന്ന പ്രശ്നം വന്നപ്പോൾ ഒരു ട്രൈപോഡൊക്കെ അടിച്ച് നശിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു ടൈമിൽ അവൻ ലൈറ്റ് വാങ്ങാൻ പോകുന്നത് എല്ലാം അവൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് വ്ലോഗ് എടുത്തിട്ടുണ്ട്. പക്ഷെ അവൻ മോണിറ്റൈസ് ആയതിന്റെ അന്ന് തന്നെ ഇങ്ങനൊരു വീഡിയോ ഇടണമെങ്കിൽ അവൻ ആ ചാനൽ വേണ്ടായിരുന്നു. ആർക്കാണ് വരുമാനം വേണ്ടത്? എന്നെ ശാരീരികമായിട്ട് എന്തെങ്കിലും ഉപദ്രവിക്കുമെന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ ഇനി എൻ്റെ പൊന്നു കൊച്ചൂസേ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. എടാ, നിൻ്റെ ചേട്ടൻ തന്നെ നിങ്ങളുടെ ഈ യൂട്യൂബിൻ്റെ വരുമാനത്തിൻ്റെ പാതി നിനക്ക് തരുന്നത്. അതിപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഇവർക്ക് എത്ര മില്യൺ കണക്കിനാണ് ഇത് വ്യൂസും കാര്യങ്ങളും വരുന്നത്. അപ്പം നിനക്ക് ഏകദേശം നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്താൽ വലിയ എമൗണ്ടും കാര്യങ്ങളും കിട്ടുന്നത്. അതിൻ്റെ പാതി നിനക്ക് തരുന്നതാണ്. നീ ഒന്ന് ആലോചിച്ച് നോക്ക്. എന്നിട്ട് നീ ഇമാതിരി സംസാരിക്കുമ്പോഴേ എൻ്റെ പൊന്നെ, നീ ഇപ്പം
ഏത് ലെവലിലാണ് ചിന്തിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റും. എല്ലാരും മുമ്പിൽ അമ്മായിയമ്മ ഭയങ്കരയാണ്. എന്റെ അമ്മ അങ്ങനല്ല എന്ന് എനിക്ക് നല്ലതുപോലെ എനിക്കറിയാം. എന്നിട്ട് ഒരു ഇത്രയും നേരമായി, ഇപ്പൊ മണി 4 ഒരു ആഹാരം കഴിച്ചിട്ടില്ല, കഴിക്കാൻ പറ്റുന്നില്ല. അവർ എന്തിനാ അത് പറഞ്ഞത്? അവന്റെ അടുത്ത് പറഞ്ഞത് നീ അങ്ങനെ പറയില്ലേ, അത് തെറ്റാണ്. അവന്റെ അടുത്ത് ഇവിടെ ഈ വീട്ടിൽ നിന്ന് പിന്നെ താമസം മാറി പോണോന്നോ അവൻ വാടക വീട്ടിൽ പോണോന്നൊന്നും നമ്മൾ പറഞ്ഞിട്ടില്ല. ഇവിടെ ആരും പറഞ്ഞിട്ടില്ല. ഇവിടുത്തെ അഡ്രസ്സ് കൊടുക്കരുത്, നീ കുഞ്ഞിന് ഇവിടുത്തെ അഡ്രസ്സ് കൊടുക്കരുതെന്ന് ഞാനോ അച്ഛനോ അമ്മയോ ആരും പറഞ്ഞിട്ടില്ല. അത് അവന്റെ വീടാണിത്. ഇത് ഇവന്റെ വീടല്ലേ? ഇവൻ ഇവിടെ ഒന്ന് താമസിക്കുന്നത് എന്താ ബുദ്ധിമുട്ട്? ഞങ്ങൾക്ക് ഈ വീടിന്റെ ആവശ്യം എന്താ? ഞങ്ങളുടെ ഓർമ്മയ്ക്ക് വേണ്ടി ഞങ്ങൾ താമസിച്ച വന്ന വഴി മറക്കാൻ ഒരു കുഞ്ഞു വീട് അവിടെ ഇട്ടുണ്ട്. അതിന്റെ ബാക്കി അത് എനിക്കെന്തിനാ ഇത്രയും വലിയ, എനിക്ക് നോക്കും താമസിക്കാൻ എന്തിനാ ഇത്രയും വലിയ വീടാ? അയ്യോ പാവം, ഇത്രയും വലിയ വീട് അദ്ദേഹത്തിന് എന്തിനാന്നുള്ള രീതി. അപ്പോൾ അദ്ദേഹം സംസാരിക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ജസ്റ്റ് ഞാൻ അതൊന്ന് വെച്ച് തന്നിട്ട് മൃദുലയും ഈ പ്രവീണും സംസാരിക്കുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ അതും ഒന്ന് പ്ലേ ചെയ്യാം. ഇങ്ങനെ നോക്കൂല. ഞാനാ ഞാൻ സത്യം അതൊന്നും ചെറിയ നടക്കൂല. ഞാനാ പറഞ്ഞേ അന്നെടുത്ത് കാല് കുത്തി അങ്ങ് കൊടുക്കണം. ആ വോയിസ് വലിയ ക്ലിയറും കാര്യങ്ങളൊന്നും കാണത്തില്ല. സൈഡിൽ വെച്ചാലും നിങ്ങളുടെ സമയം എൻ്റെ സമയം പോകത്തേ ഉള്ളൂ. എന്തായാലും പ്രവീൺ പറയുന്ന കുറച്ച് കാര്യങ്ങൾ ഞാനൊന്ന് വെച്ച് തരാം, നിങ്ങളൊന്ന് കേട്ട് നോക്കും. ഇത് മുരുകൻ ഉണ്ടാക്കിയിട്ട വീടല്ല, ഞാൻ ഉണ്ടാക്കിയിട്ട വീടാ. നാണമില്ല ഇവിടെ ഇരിക്കാൻ, ഇവിടെ നിന്ന് ഇറങ്ങിപ്പോവും. അച്ഛൻ മാത്രമല്ല ഇറങ്ങിപ്പോകാൻ പറഞ്ഞത്, അമ്മയും പറയുന്നുണ്ട്. അതിന്റെ വോയിസ് ക്ലിപ്പ് കേൾപ്പിച്ചുതരാം. ഞാൻ പിന്നെ എന്തിനു വിളിക്കണം അവളാ? അവളാണ് ഈ വീട്ടിൽ ഇത്രയും പ്രശ്നം ഉണ്ടാക്കിയത്. നിന്റെ പെണ്ണുമ്പള നല്ല പുള്ളിയൊന്നും അല്ല. അവളെ അടിച്ചെന്നാ അവൻ ചീത്ത വിളിച്ചാണുമായിരിക്കും. അവളെ അടിച്ചെന്ന് ആരടിച്ച്? വേറെ വല്ലവരും ആയിരുന്നെങ്കിലും അവൾക്ക് അടിയും കൊടുത്ത് പറഞ്ഞു വിടണമായിരുന്നു. ആ മാതിരിയുള്ള തോന്നിയാസം അവളോട് കയറി. ഇനി മേല അവള് ഈ വീട്ടിന്റെ അകത്ത് കയറാൻ പറ്റില്ല. നീയും കയറണ്ട. നീ എവിടെയാന്ന് വെച്ചോ താമസിച്ചോ. ഇനി മേല നിനക്ക് ചടയമംഗലത്ത് ഇവിടെ നിന്റെ അമ്മയോ നിനക്ക് അച്ഛനോ നിനക്ക് അനിയനോ ഇല്ല. നിനക്ക് കൂടപ്പറപ്പും ഇല്ല, ആരുമില്ല. അപ്പൊ എനിക്ക് വീടുണ്ടില്ലേ? അഡ്രസ്സിൻ്റെ കാര്യത്തിനൊരു തീരുമാനമായല്ലോ. ഓൾറെഡി തന്നെ ഇവർ പറഞ്ഞിട്ടുണ്ട്, അവരുടെ വീഡിയോ വന്നിട്ട് പറഞ്ഞു ഇതെല്ലാം നിൻ്റെ വീടാണ്, ഞങ്ങൾക്കൊക്കെ ഇത് എന്തിനാണ്. ഇതിപ്പോൾ കണ്ടില്ലേ. ഇപ്പോൾ പേരൻസ് അവരുടെ ദേഷ്യത്തിനും എല്ലാം പറയുന്നതായിരിക്കാം. പക്ഷേ എല്ലാവരും ഒരുപോലെ എടുക്കണമെന്നില്ല ചില കാര്യങ്ങൾ. കാരണം നിങ്ങളുടെ രീതികളും നിങ്ങളുടെ പെരുമാറ്റങ്ങളും വീട്ടിൽ അതുപോലായിരുന്നു. അത് ഈ ഓരോ വീഡിയോസിലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, അച്ഛൻ പിടിക്കുന്നു, ഇളയവൻ വന്ന് അടിക്കുന്നു. അവൻ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവന് കിട്ടുന്നതിൻ്റെ എമൗണ്ട് മൊത്തം അവനുള്ളതാണ് പാതി. അങ്ങനെയൊക്കെ എന്ന് പറഞ്ഞാൽ അപൂർവമായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ. ഇപ്പം ഈ ഒരു വീഡിയോ അവരെടുത്ത് വെച്ചിട്ടില്ലായിരുന്നെങ്കിൽ ഇന്ന് ഈ സമൂഹത്തിനെ ഏറ്റവും കൂടുതൽ മോശമായിട്ട് ചിത്രീകരിക്കേണ്ട 2 വ്യക്തികളാണ് മൃദുലയും പ്രവീണും. സത്യം പറയാലോ, ഇന്നലെ വന്ന കമൻസും അതുപോലത്തെ ചെറ്റ വർത്താനങ്ങൾ ഓരോരുത്തരുടെ. ഞാൻ അതിന് സപ്പോർട്ടായിട്ട് ഇന്നൊരു വീഡിയോ ഇട്ടപ്പോൾ എന്നെ ഉൾപ്പെടെ ആൾക്കാർ മോശമായിട്ട് സംസാരിച്ചു. പിന്നെ കുറച്ച് ആൾക്കാർ വന്നിട്ട് വൈകിട്ട് പോസിറ്റീവായിട്ട് ഡാനി പറഞ്ഞതിൽ കാര്യം ഉണ്ടായിരുന്നു എന്നുള്ള രീതിയിൽ അങ്ങനെ കമൻറ്റ് ഇടാൻ പാടില്ലെന്ന് നമുക്ക് ഒരുപാട് സന്തോഷവും കാര്യങ്ങളും ഉണ്ടായിരുന്നു. ഈ വീഡിയോ വന്നപ്പോൾ തന്നെ ഞാനിരുന്ന് കണ്ട് പെതുക്കെ ഇരുന്ന് കണ്ട് പഴയ വീഡിയോസൊക്കെ കൂടെ കണ്ടിട്ടാണ് ഞാൻ വന്നത്. അല്ലെങ്കിൽ എനിക്ക് ആ വീഡിയോ എടുത്തിട്ട് കുറേ എന്തെങ്കിലും പറഞ്ഞ് കുറച്ച് വ്യൂസ് കിട്ടി, അതിൽ നിന്ന് എന്തെങ്കിലും ഏണിങ്സ് കിട്ടി സുഖമായിട്ട് എനിക്കിരിക്കാം. പക്ഷെ അങ്ങനെയല്ല, നമ്മൾ പറയുമ്പം മൊത്തം ഇരുന്ന് പറയണമല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഓരോ പാർട്ടായിട്ട് വെച്ച് തന്ന് സമയമെടുത്ത് ഞാൻ ചെയ്യുന്നത്. ഗർഭിണിയായിട്ട് നിന്നെ ഇവിടെ ഈ വീട്ടിൽ എന്തൊക്കെ ചെയ്ത് നീ പറഞ്ഞു? ആരുടെ ഒരാളുടെ കാലുമുണ്ട്. ഞാൻ തറയിനായിട്ട് അച്ഛനും ഇളയ മോനും തന്ന സമ്മാനമോ? 2 പേരോട് പിടിച്ചു വെച്ച് അടിച്ചത് ആണ്. 2 പേരോട് പിടിച്ചു വെച്ച് അടിച്ചതാ. എൻ്റെ മാലയും പൊട്ടി ഇവിടുന്ന് ഇറങ്ങിപ്പോകാൻ പറഞ്ഞില്ലേ? മുരുകൻ ഉണ്ടാക്കിയിട്ടതല്ല. നാടുമില്ലേ, നാടും മാനം ഉണ്ടെങ്കിൽ ഇറങ്ങിപ്പോ. ഞാനായതിനെല്ലാം പ്രശ്നം എൻ്റെ പ്ലാനിങ് ആയിരുന്നു. എനിക്കറിഞ്ഞൂടെ എന്തൊക്കെ പറഞ്ഞൊരു കൊച്ചു പിടിച്ച് കുറേ ചീത്ത പിടിച്ച് നിന്റെ കഥവ് ഇവിടെ പിടിച്ചുകൊണ്ട് എന്തൊക്കെ മാറുമെന്ന് പറഞ്ഞവർ 2 അടി നിന്നെ ആരൊക്കെ അടിച്ചത്? ലീഗലി പോവാം. നിന്നെ ഗർഭിണിയായിരുന്നു ആരൊക്കെ അടിച്ചത്? പറ. എൻ്റെ വയറെന്ന് പറഞ്ഞാൽ പിടിച്ചിട്ട് പോലെ എത്ര
എൻ്റെ ഒരു കസിനുണ്ട് കേട്ടോ, അവരിവരുടെ ഭയങ്കര ഫാനാണ്. അവിടെ ഇരുന്ന് പറയും എന്ത് രസമാണ് കേട്ടോ അവരുടെ ഫാമിലിയും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി, കൊതിയാവോ അതുപോലൊരു ലൈഫ് കിട്ടാൻ വേണ്ടി. ഞാനിപ്പോൾ ഇതെല്ലാം കണ്ടിട്ട് അവളെ വിളിച്ചിട്ട് എന്ത് തോന്നുന്നു പറഞ്ഞു, നല്ല കൊതി ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ പറഞ്ഞ് ഈ കാണുന്നതൊന്നും അല്ലല്ലോ ചേട്ടാ റിയാലിറ്റി, അതങ്ങനെ തന്നെ, അത്രയേ ഉള്ളൂ കാര്യങ്ങളൊക്കെ. പിന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇതിപ്പോൾ പണ്ടത്തെ സിസ്റ്റത്തിനേക്കാളും മോശമായി വരുവാണല്ലോ ഡേ. എന്തുവാ പുറമെ ആൾക്കാരുടെ മുമ്പിൽ വട്ടുസാരയും കൊടുത്ത് നല്ല രീതിയിൽ ചമഞ്ഞ് നടന്ന് ഉള്ളിൽ എന്തുവാ കാണിക്കുന്നത്? ആ കൊച്ചിൻ്റെ അവസ്ഥയൊന്ന് ആലോചിച്ച് 9 മാസം എങ്ങാണ്ടായ സമയത്തെ കാര്യമാണ്. ഒന്ന് ആലോചിച്ച് നോക്ക്, എന്ത് ദ്രോഹമായി ചെയ്തേ. എന്തെങ്കിലും ആ കുഞ്ഞിന് പറ്റിക്കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഓക്കെ, തന്തയെ പിടിച്ച് അച്ഛൻ ചേർത്ത് പിടിക്കുന്ന അനിയൻ വന്നിട്ടെടുത്തത് ചാമ്പെന്ന് ഒരവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. ഞാനൊരു കാര്യം പറയാം, കറക്റ്റ് പ്രശ്നം എന്താണെന്ന് ഇപ്പോഴും പുറത്ത് വീണിട്ടില്ല. ചിലപ്പം അവൻ്റെ വീഡിയോ ചിലപ്പോൾ അവൻ എന്തെങ്കിലും കാരണം എടുത്തലുമായിരിക്കും, എനിക്കിതിനെക്കുറിച്ച് ഒന്നും അറിയത്തില്ല. എന്ത് പ്രശ്നമായിക്കോട്ടെ, പക്ഷേ നിറവയറോടെ ഒരാൾ ഇരിക്കുമ്പം ഈ കാണിച്ചത് സ്വന്തം ഭർത്താവിനെ അടിച്ച ഏത് പെണ്ണായാലും കയറി ചെല്ലും ചോദിക്കാൻ അല്ലെങ്കിൽ പിടിച്ച് മാറ്റാനാണ്. ആ സമയത്ത് വല്ല അവർക്ക് എന്തെങ്കിലും പറ്റിയായിരുന്നെങ്കിലും ആരോ കാലൊക്കെ അതിൻ്റെ ദേഹത്തുമുണ്ട്. ഒന്ന് ആലോചിച്ചേ. നീയൊക്കെ കൂടി ഇരുന്ന് എന്തോ ഈ വയറ് കാണാനുള്ള ചടങ്ങിനൊക്കെ ഇരുന്നിട്ട് കരയുന്നു, കള്ളക്കരച്ചിൽ കരയുന്നു, കെട്ടിപ്പിടിക്കുന്ന ഉമ്മ കൊടുക്കുന്നത് നാണോ ഉണ്ടോ? എനിക്ക് ഇത് ചോദിക്കാൻ കുറച്ചൊക്കെ ഉളുപ്പെങ്കിലും വേണ്ടേ സത്യം പറഞ്ഞാലാ? പോവാ പാക്കേജ് ചെയ്യട്ടോ, ഫുഡ് ചേട്ടാ വലിച്ച് കീറി. മുണ്ടെടുത്തൊരു വീഡിയോ എടുക്കുമായിരുന്നു, മുണ്ടൊന്നും ഇല്ലായിരുന്നു നിനക്ക്. ഇതൊക്കെ കണ്ടിട്ട് വിചാരിക്കരുത് ഇത്ര അവസ്ഥയിൽ എന്തിനാ വീഡിയോ എടുക്കുന്നതെന്ന്. ഇതിൻ്റെ അപ്പുറം നാടകമായിട്ട് വരും, എനിക്കറിയാം. ഇതിൻ്റെ അപ്പുറം നാടകമായിട്ട് അവർ വരും. എനിക്കൊരു തെളിവ് എനിക്ക് വേറെ ഇല്ല. നിങ്ങളെല്ലാവരും പറയും ലാസ്റ്റ് വേറെ രീതിയിൽ ഇത് വേക്കാൻ. പ്രവീൺ ഈ വീഡിയോ എടുത്തു വെച്ചത് നന്നായി. അപ്പോൾ ഇന്നലെ വീഡിയോ ഒക്കെ കാണുമ്പോൾ നമ്മളെല്ലാവരും വിശ്വസിച്ച ഒരു കാര്യങ്ങളൊക്കെ തന്നെ. ഇതില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ ചെറുക്കം പെട്ടുപോയേനെ. ഇപ്പം തന്നെ ഇന്നലെ സോഷ്യൽ മീഡിയ മൊത്തം ഇവനെ വധിച്ച് കൊല്ലുമായിരുന്നു എല്ലാവരും. അതുപോലെ തന്നെ പെണ്ണിനെ വന്നു കയറിയ പെണ്ണെന്നൊക്കെ കിടന്ന് കുറേ എണ്ണം. ഇന്നായി ഇട്ടവന്മാർ പോയി അവന് പൊങ്കാല ഇടുന്നുണ്ട്. അവിടെ ഇവിടെയും കളിക്കുന്ന കുറേ കമൻറ്റുകളുണ്ട്. എന്തിനാ എല്ലാ ചാനലിലും ഒരു കമൻറ്റ് തന്നെ പേസ്റ്റിങ് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട്. എന്തിനാ അവർക്ക് അതിൽ നിന്ന് ലൈക്ക് കിട്ടിയിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അവർക്ക് സ്റ്റോറി ഇടാൻ വേണ്ടി. അങ്ങനെ കുറേ എണ്ണമുണ്ട്. ഓക്കെ, ബാക്കിയും കൂടെ നോക്കാം. ഓരോ നിറഞ്ഞു പൊട്ടിക്കും, പേടിക്കും. ഓർക്കപ്പുറത്തായതുകൊണ്ട് എങ്ങനെ ഞെട്ടി പേടിക്കും എന്നറിയോ? ഇവിടെ വന്നിട്ടായിരിക്കും ഓരോന്ന് കാണിച്ചു കൂട്ടുന്നത്. നല്ല മദ്യപിക്കും കേസ്, അന്ന് കുടിച്ചിട്ട് വന്നിട്ട് അത്രയും കാണിച്ചത്. അവിടെ ഇരുന്ന സാധനങ്ങൾ എന്തൊക്കെയോ എടുത്തെറിഞ്ഞ് ഒരു ട്രൈപ്പോഡ് എറിഞ്ഞ് പൊട്ടിച്ച്. ഓരോ സാധനങ്ങൾ എടുക്കണം, എന്തൊക്കെ എടുക്കണമെന്ന് എനിക്ക് അറിഞ്ഞൂടെ. കുഞ്ഞിന് വേണ്ടി പാക്ക് ചെയ്ത് വെച്ചതുണ്ട്, അല്ലാതെ നമ്മുടെ ഡ്രസ്സൊക്കെ ഒരു തണ്ണിയൊക്കെ അടിക്കുമല്ലേ, അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണലായിട്ടുള്ള കാര്യം. അതൊക്കെ വന്നിട്ട് ചേട്ടൻ്റെ ഭാര്യ അടുത്തൊക്കെ മോശമായിട്ട് കയറി ചൂടാവുകയൊക്കെ ചെയ്യുന്ന അത്ര നല്ല കാര്യങ്ങളൊന്നുമില്ല. അത് നല്ല പൊട്ടിയത് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് അവർ വീട്ടിൽ നിന്ന് ഇറങ്ങി നടു റോഡിൽ വെച്ച് എന്ത് ചെയ്യണമെന്ന് പോലും അറിയാൻ പറ്റാത്ത സിറ്റുവേഷനിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നു. മറ്റേ വയറ് ചടങ്ങുണ്ടല്ലോ, ആ സമയത്തെ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. അതൊന്ന് നിങ്ങൾ കണ്ടു നോക്കും. പേട്ടൻ പറഞ്ഞു ഇപ്പോൾ റൂമിൽ പൊക്കോളാം പറഞ്ഞപ്പോൾ ഏത് റൂം, ഇവിടെ നിന്ന് ആർക്കും റൂമൊന്നുമില്ല, വീട്ടിൽ നിന്ന് ഇറങ്ങി പൊക്കോളാം. പിന്നെ ചോദിച്ചു 7 മാസം കഴിഞ്ഞ പെണ്ണിന്റെ വീട്ടിലല്ലേ പോയി നിൽക്കണ്ടേ, എന്തിനാ വന്നേന്ന് ചോദിക്കുമല്ലോ. പച്ച ചീത്ത എവിടെ വിളിച്ചു, പച്ച ചീത്ത. നീ ഇത് കാണുന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ കണ്ടല്ലോ 7 മാസം ഞാൻ പോയപ്പോ കരയുന്നത് പോലെ അഭിനയിച്ചത്. എന്നിട്ട് ഇന്നിപ്പോ ചോദിക്കുക 7 മാസം കഴിഞ്ഞ പെണ്ണ് അവിടെ അല്ലേ നിൽക്കണ്ടേ, എന്തിനാ അവിടെ ഇവിടെ വന്ന്? ഞാൻ വഴക്കുണ്ടാക്കാൻ വേണ്ടി വന്നത്, വീഡിയോ എടുക്കാനും പ്രൊമോഷൻ എടുക്കാനും എല്ലാത്തിനും കൂടെ വന്നത്. 7 മാസത്തെ കാര്യം എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഞാൻ വിചാരിച്ചു ഇനി വല്ലതും ദേഷ്യപ്പുറത്ത് വല്ലതും സംസാരിക്കുന്നതാണെന്നാണ് ഞാൻ വിചാരിച്ചത്. ഇത് കേട്ട് വന്നപ്പോഴത്തേക്ക് ഞാൻ പിന്നെ എന്തോ എടുത്ത് ആ 7 മാസത്തെ വീഡിയോ പോയി നോക്കിയപ്പോൾ അണ്ണൻ്റെ പ്രകടനങ്ങളും കാര്യങ്ങളൊക്കെ കാണാം. അവൻ പറഞ്ഞ ഡയലോഗ് മൃദുല പറഞ്ഞു കേട്ടില്ലേ വീട്ടിൽ വന്നിട്ട്? അതും ഇവർക്കൊക്കെ വേണ്ടി ഈ പ്രൊമോഷനും കാര്യത്തിന് വേണ്ടി ഓരോ കാര്യത്തിന് വേണ്ടി വരുകയൊക്കെ ചെയ്തു. എന്നിട്ട് ഇവകൾ എന്തിനാ ഇവിടെ വന്നേന്നുള്ള രീതിയിൽ. എന്തായാലും അണ്ണൻ്റെ അന്നത്തെ പെർഫോമൻസ് ഞാനൊന്ന് വെച്ച് തരാം. നീ ഇപ്പൊ ഇവരെ കുറച്ചു നേരം കൊണ്ട് അങ്ങോട്ട് വരണം. അങ്ങനെ ചടങ്ങുണ്ടോ? ഇരട്ടിക്കയിൽ നീ തെമ്മലറിയപ്പോ പോട്ടി വരും. മൃദുല ഞാൻ ചന്ദനമൊക്കെ തുളച്ചോളാം ചേട്ടാ. നമ്മുടെ ഫംഗ്ഷൻ നൈസ് അല്ലായിരുന്നു. ഫംഗ്ഷൻ വീഡിയോ എടുത്തോണ്ടിരുന്നതാ, എന്തോ രണ്ടുപേരും ഒക്കെ കരച്ചില്ല. ദാണ്ട ഒരാള് അതാ എപ്പോഴാ
എങ്ങനെ സാധിക്കുന്നടാ നിനക്കൊക്കെ ഇത്? ദേഹം ഫുള്ള് കിട്ടിയതിന്റെ തറയിലൊക്കെ ഇട്ട് എനിക്ക് അറിഞ്ഞൂടെ അന്ന് അവിടെ എന്താ നടന്നതെന്ന് പോലും എനിക്ക് ഓർമ്മയില്ല. അച്ഛൻ എന്റെ ബാക്കി ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ വെച്ചു കൊടുത്തു അവൻ അടിക്കാൻ വേണ്ടിയിട്ട്. ഇഷ്ടം പോലെ അടിച്ചു. എനിക്ക് എണ്ണമില്ല, എന്നെ അടിച്ചതിന് എനിക്ക് എണ്ണമില്ല. എത്രത്തോളം വയലൻസ് ആണ് എൻ്റെ വീട്ടിൽ നടന്നതെന്ന്. എന്നിട്ട് ഇത്രയും ഞാൻ സഹിച്ച് ഇത് കഴിഞ്ഞതിന് ശേഷം മൃദുല വീണിട്ട് മൃദുലയ്ക്ക് അപ്പം തുടങ്ങിയ വയറ്റുവേദനയാണ്. ഒന്ന് ആലോചിച്ച് നോക്കി, ആ വഴക്കം കാര്യങ്ങളും നടന്ന് ആ ഉന്തും തള്ളും നടന്ന് അതിന് വയറ്റിന് തൊഴിയും കിട്ടി. അതിൻ്റെ 4ാമത്തെ ദിവസമാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. എന്തെങ്കിലും പറ്റിയായിരുന്നെങ്കിൽ നിനക്കൊക്കെ ജീവിതകാലം മുമ്പ് ഇങ്ങനെ കിടന്നുറങ്ങാൻ പറ്റുമോ? ഞാൻ ആലോചിക്കുക, ആ അമ്മയൊക്കെ എന്താ ഇങ്ങനെ ചെയ്തതെന്ന്. ആ വീഡിയോയിലൊക്കെ കാണുമ്പോൾ എന്തൊരു പാവം. ഞാൻ പറഞ്ഞില്ല, എൻ്റെ ഒരു കസിൻ്റെ കാര്യം, അവൾ പറയും അതുപോലെ ഒരു അമ്മ കിട്ടാൻ തപസ് ചെയ്യണം, കൊതിക്കണം. ഞാൻ ഇന്നല്ല അവളോട് സംസാരിച്ചു. ഞാൻ ഈ വീഡിയോ എനിക്ക് വേണമെങ്കിൽ വീഡിയോ ചെയ്യാമായിരുന്നു. ഞാൻ ഇവരോടൊക്കെ ഇരുന്ന് സംസാരിച്ച്, പിന്നെ എൻ്റെ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നു, പിന്നെ യൂട്യൂബറായിട്ടുള്ള ചില ആൾക്കാർ ചേച്ചിമാർ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അവരോടൊക്കെ ഞങ്ങൾ ഇങ്ങനെ സംസാരിക്കുമായിരുന്നു. അവർ ഓരോ സെക്ഷൻ വരെ എടുത്ത് പറഞ്ഞു. 4 വർഷം 5 വർഷം വരെ ജയിലിൽ കിടക്കാവുന്ന വകുപ്പുകളാണ് അവരോരോ പോയിന്റും കാര്യങ്ങളും പറഞ്ഞപ്പോൾ. സത്യം പറയാലോ, നമ്മളൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ട ആൾക്കാരാണ് ഇങ്ങനെയൊക്കെ കാണിക്കുമെന്നല്ലോ. ഇതൊന്നും അല്ല, ഇത് പുറമേ കാണുന്നതൊന്നും അല്ലല്ലോ ലോകമെന്ന് ഓർക്കുമ്പോഴേ. ഇതിന് ബാക്കി കൊച്ചു എപ്പോഴാണ് സ്റ്റോറി ഇട്ടതെന്ന് നമ്മളെ വീഡിയോ കാണുന്നവർക്കറിയാം. കൊച്ചു നെഗറ്റീവ് കമൻസ് എപ്പം വന്നോ അപ്പോഴാണ് കൊച്ചു സ്റ്റോറി ഇട്ടത്. അതിന് ശേഷമാണ് കൊച്ചു സ്റ്റോറി ഇട്ടത്. ഇത്രയും ചെയ്തിട്ട് മൃദുലയുടെ ബർത്ത്ഡേക്ക് കൊച്ചു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ വെറും നാടകമാണ്. അതൊന്ന് മനസ്സിലാക്കണം. ഈ അടി ഉണ്ടാക്കി അവളെ ചീത്തയും വിളിച്ച് കൊച്ചു ഇവളെ കൈക്കും അടിച്ചിട്ട് ഇവള് താഴെ വീണിട്ട് എന്നിട്ടാണ് സ്റ്റോറി ഇട്ടെന്നുള്ള കാര്യം ആലോചിക്കണം. അപ്പോൾ നാട്ടുകാരെ തമ്മിൽ ബോധിപ്പിക്കണം, നമ്മൾ തമ്മിൽ ഒന്നും ഇല്ലേ, ഞാൻ പിന്നെ അവന് ബർത്ത്ഡേക്ക് സ്റ്റോറി ഇട്ടേന്ന് ബോധിപ്പിക്കാൻ വേണ്ടി സ്റ്റോറി ഇട്ടതാണ്, അല്ലാതൊന്നുമല്ല. കുഞ്ഞിൻ്റെ സ്റ്റോറി ഇട്ടത് അതാണ്. നിങ്ങൾ കമൻസിൽ അവൻ്റെ ചാനലിൽ പോയി കമൻറ്റ് ചെയ്യാൻ തുടങ്ങി, നിങ്ങൾ കുഞ്ഞിനെ കാണാൻ എന്താ പോകാൻ, ഇത്രയും ഒരു ഇതായിട്ട് എന്താ പോകാനെന്ന്. അങ്ങനെ നെഗറ്റീവ് വന്നപ്പോൾ ഇവരെല്ലാവരും വന്നു. പിന്നെ വരുന്നത് എൻ്റെ കുഞ്ഞിനെ കാണാൻ വേണ്ടിയിട്ടല്ല, എൻ്റെ കുഞ്ഞിൻ്റെ കൂടെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ഇല്ലെന്നുണ്ടെങ്കിൽ കൊച്ചുവിന് നെഗറ്റീവ് വരും, അത് അവർ സഹിക്കത്തില്ല. കൊച്ചുവിന് നെഗറ്റീവ് വരുന്നത് സഹിക്കത്തില്ല. അപ്പം വന്നു വീഡിയോ എടുത്ത് പോകുന്നു. വന്ന് നിൽക്കുമ്പോൾ ഇതാ പറയുന്നത്, അവിടെ എവിടെ നിന്നും മിണ്ടത്തില്ല കേട്ടോ. എൻ്റെ അടുത്തും മനസ്സിലാക്കണമെന്നില്ല. വരും, കൊച്ചു വീഡിയോ എടുക്കുന്ന കുഞ്ഞിൻ്റെ വീഡിയോ എടുക്കും. എന്ത് കുഞ്ഞിൻ്റെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. കുഞ്ഞിന്റെ വീഡിയോ എടുക്കും, കുഞ്ഞിനെ എടുക്കും. അപ്പോഴേ വീഡിയോ എടുത്ത് കഴിയുമ്പോൾ അവർ ആവശ്യം കഴിയുമ്പോൾ അപ്പോഴേ അവർ പോകും. എടി എന്തോന്നടേ, എൻ്റെ അച്ഛനും അമ്മയും എൻ്റെ അനിയനും എൻ്റെ കുഞ്ഞിനെ കാണാൻ വരുന്നവരുടെ മൃദുലയുടെ ബർത്ത്ഡേ സമയത്ത് കൊച്ചി സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളും വിചാരിക്കും ഇവർ തമ്മിൽ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ഇപ്പോൾ അവൻ്റെ കറക്റ്റ് ക്ലിയർ ആയിട്ട് ഇവൻ പറയുന്നുണ്ട് അതെല്ലാം അവൻ്റെ നാടകം തന്നെയായിരുന്നു. അത് എൻ്റെ പൊന്നു മോനെ, നിന്നെ സമ്മതിക്കണം. ഇവന് നെഗറ്റീവ് വരുന്നിടത്ത് ഞാനിപ്പോൾ ഒരു സംഭവം പറയാതിരിക്കുക നിങ്ങളുടെ അടുത്ത്. ചില യൂട്യൂബേഴ്സിനൊക്കെ സ്ട്രൈക്ക് കൊടുത്തെന്നാണ് ഞാൻ അറിഞ്ഞത്. ഈ പറയുന്ന കൊച്ചു അവനെതിരെ കണ്ട് തംബ്ലൈൻ വെച്ചതിനും അങ്ങോട്ടൊക്കെ അവനെ പണി കൊടുത്തു എന്നൊക്കെ പറഞ്ഞു. നമുക്കൊക്കെ എപ്പോഴാണ് കിട്ടുന്നതെന്നൊന്നും അറിയത്തില്ല. ഉള്ള പോലെ പറയണമല്ലോ. ഇത് കാണുന്നവർ കാണട്ടെ, ഓരോരുത്തരുടെ രീതികൾ മനസ്സിലാക്കുന്നെങ്കിൽ മനസ്സിലാക്കട്ടെ. പിന്നെ അതുപോലെ തന്നെ റീൽസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഇതൊക്കെ ഭയങ്കര അഭിനയമായിരുന്നെന്ന് ഇപ്പോഴല്ലേ അറിയുന്നത്. കുഞ്ഞിനെ കാണാൻ വന്നു, എന്തുകൊണ്ട് കുഞ്ഞിനെ ഇവരെയൊന്നും ആഡ് ചെയ്യുന്നില്ലെന്നൊക്കെ നമ്മുടെ ആൾക്കാരുടെ ചോദ്യങ്ങൾക്കൊക്കെ എന്താ പറയുക, വാ മൂടി കെട്ടാൻ വേണ്ടി കാണിച്ച ഓരോ വേലകളാണ് സത്യം പറഞ്ഞത്. ഇന്നലത്തെ ഒരു വീഡിയോയുടെ ഒരു ആവശ്യമില്ലായിരുന്നു അവന്. സത്യം പറയാം, അവനിപ്പോൾ തോന്നിക്കാണാൻ അതിൻ്റെ ഒരു ആവശ്യമില്ലെന്ന്. ഇനി അവന് എന്താ എക്സ്പ്ലനേഷൻ കണ്ടുപിടിക്കുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇവന് എന്തൊക്കെ തെളിവുകളാണ് കൊണ്ടുവരുന്നതെന്നൊക്കെ ആർക്കറിയാം. ഇത് പറയാം, ഞാൻ കൊച്ചുവിനെ പിടിച്ചു, അവന്റെ കൈക്കൂടെ തെറ്റി, അവൻ ആൾറെഡി കൈക്ക് വേദനയായിട്ട് അപ്പോയിന്റ്മെന്റ് എടുത്തത്. അതിന്റെ മുന്നേ തന്നെ അവന് കൈക്ക് വേദന ഉണ്ടെന്ന് ഒരു ദിവസം നമ്മൾ രാത്രി ഫുഡ് കഴിക്കാൻ പോയിട്ട് പറയുന്നുണ്ട്. അന്ന് അവിടെ കിച്ചണിൽ വന്നിരുന്ന ടൈമിൽ ഏട്ടൻ മൈക്കെടുക്കാനൊക്കെ മേളിൽ പോയ സമയത്ത് ഞാൻ കേട്ടതാണ് 3 മണിക്കാണ് എടുത്തേക്കുന്ന അപ്പോയിന്റ്മെന്റ്, 3 മണിക്ക് പോയാൽ മതി, 3 മണിക്ക് അവിടെ നിൽക്കണം, 3 മണിക്ക് ഡോക്ടർ വരത്തുള്ളൂ എന്നൊക്കെ പറയുന്നത് ഞാൻ കേട്ടതാണ്. പക്ഷേ അന്ന് അവർ ഈ പ്രശ്നമെല്ലാം കഴിഞ്ഞ് അവരപ്പം തന്നെ പോയി, 3 പേര് പുറത്ത് പോയിട്ട് തിരിച്ചു വന്നിട്ട് പറഞ്ഞത് അവന്റെ കൈക്കൂടെ തെറ്റി, എക്സ്റേ എടുത്തു. കൈക്കൂടെ തെറ്റി 2 ദിവസം ഷോർട്സ് ഉണ്ടായിരുന്നു. നിങ്ങൾ ആ ഷോർട്സ് കണ്ടാൽ നാരങ്ങ കംപ്ലൈന്റ് ഊക്കിനെറിയുന്നത്. എടാ മൃദുല, നിന്നെ എടുത്തിട്ട് ഇടിച്ചു. എടാ നിൻ്റെ ഒരു കൈക്കും ഇല്ല സത്യത്തിൽ. അത് നീ ഒന്ന് ആലോചിച്ച് നോക്ക്. പിന്നെ എന്തിനാടെ ഈ കള്ളം പടച്ചു വിടുന്നത്? എനിക്ക് തോന്നുന്നു വീട്ടുകാരെ സമ്മതിക്കണം. ഈ പഴയ വീട്ടുകാരുടെ ഒരു സ്വഭാവമാണ്, പ്രത്യേകിച്ച് ഈ അമ്മമാരുടെ സ്വഭാവമാണ്. എൻ്റെ മോൻ്റെ അത് ചെയ്തു, എൻ്റെ മോൻ്റെ ഇത് ചെയ്തു. മക്കളെന്തെങ്കിലും തെറ്റിയാതാ ഈ അമ്മമാരുടെ ഒരു സ്ഥിരം പരിപാടിയാണ്. എടാ ഇവന് നിങ്ങളുടെ ചോരയല്ലേ, നിങ്ങൾ അത് ചിന്തിച്ച് നോക്ക്. അത് ഇവനെ വല്ല ഓച്ചറ ദത്തെടുത്ത് വല്ലതാണോ, അല്ലെങ്കിൽ തവിട് പൊടി എടുത്ത് മേടിച്ചു വേണോ? ഒരു ലോജിക്കില്ലല്ലോ സത്യം പറഞ്ഞാൽ. ഇവരുടെയൊക്കെ കാര്യം ആലോചിക്കുമ്പോൾ ദയവ് ചെയ്ത് ഇതൊക്കെ കണ്ട് കുറേ ആൾക്കാർ തലയിൽ അന്തം ഫാൻസുകാരുണ്ടല്ലോ. നിങ്ങളെപ്പോഴും ഈ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നവരെ കുറ്റം പറയാം. നിങ്ങൾ വീഡിയോ എടുത്തിട്ട് ചെയ്യുന്നില്ല, അവർ നല്ല രീതിയിൽ ജീവിക്കുന്നത്, നിനക്കൊക്കെ ഉളുപ്പില്ലേ എന്നൊക്കെ ഉള്ള രീതിയിലാണ്. നമ്മൾ ഓരോ കാര്യങ്ങൾ ഇതുപോലെ ഇരുന്ന് കണ്ടുപിടിച്ച് കുത്തിപ്പൊക്കി കറക്റ്റ് കാര്യങ്ങൾ കൊണ്ടുവരും. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, ഇതുപോലുള്ളവർ ഓരോ കള്ളങ്ങൾ കാണിക്കുന്നതുകൊണ്ട് നിങ്ങളെപ്പോലുള്ളവരെ പറ്റിക്കുക ചെയ്യുന്നത്. അത് ഇനിയെങ്കിലും നിങ്ങളൊന്ന് മനസ്സിലാക്കാൻ നോക്കുക. എന്നുള്ള രീതിയിൽ നമ്മൾ പോകാൻ വേണ്ടിയിട്ടിരിക്കുകയാണ്, പക്ഷെ അവിടുന്ന് ആരും നമ്മളെ വിളിക്കുന്നില്ല. പറയുന്നുണ്ടല്ലോ ഇപ്പം ഇതിനകത്ത് വീഡിയോയില്, അതെ കുഞ്ഞിനെ ആരും ഒന്നും പറയുന്നു. പക്ഷെ ആദ്യം പറഞ്ഞത്
അത് ഞാൻ പിന്നാണ് അറിയുന്നത്. പക്ഷെ ആ അമ്മയാണ്. ഏട്ടൻ്റെ അടുത്ത് ഒരു ദിവസം താഴെ ഏട്ടൻ ഈ പ്രശ്നങ്ങളെ കുറിച്ച് സംസാരിക്കാൻ പോയപ്പോ പറയാണ്, ഈ കുഞ്ഞു വയറ്റിലായതിനു ശേഷമാണ് നമ്മുടെ കുടുംബത്തില് പ്രശ്നം ഉണ്ടാവാൻ തുടങ്ങിയത്. എന്റെ അമ്മയാണോ ഫസ്റ്റ്? പക്ഷെ ഞാനത് അറിയുന്നില്ല. ഒരു ദിവസം ഏട്ടൻ താഴെ കയറുന്ന നിർത്താതെ കരയാണ്. കരഞ്ഞിട്ട് എനിക്കിവിടെ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞ് നിർത്താതെ കരയാണ്. ഇപ്പൊ എന്തോ ഏതോ പ്രശ്നം എനിക്കറിയുന്നില്ല. ഞാൻ കൂടെ കരയാണ്, എന്തോന്ന് അറിയത്തില്ല. ഏട്ടൻ പറയുന്നത് നമുക്ക് ഇവിടുന്ന് പോവാം, നമുക്ക് ഇവിടുന്ന് ഒരു നിമിഷം പോലും നിൽക്കണ്ടെന്ന് പറഞ്ഞ് നമ്മൾ അന്ന് ആ ഒരു ദിവസം നമ്മൾ പുറത്തു പോയി റൂം എടുത്ത് താമസിച്ചു. അവിടെ നിന്നാണ് നമ്മൾ ഒരു ദിവസം സ്കാനിങ്ങിന് പോകുന്നത്. ഈ കുഞ്ഞു വന്നിട്ടാണ് ഈ പ്രശ്നങ്ങളെല്ലാം തുടങ്ങിയെന്നുള്ള രീതിയിൽ നാണമില്ലേ നിങ്ങൾക്ക് സംസാരിക്കാൻ? ആ കുഞ്ഞ് കഷ്ടം. ഞങ്ങളുടെ അമ്മ എപ്പോഴും പറയുന്നുണ്ട്, മോനെ ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ 5 വയസ്സ് വരെ ദൈവത്തിൻ്റെ സ്ഥാനമാണ് മോനെ കൊടുക്കേണ്ടതെന്ന് പറയും. ദൈവങ്ങളുടെ സ്ഥാനം. ആ ഒന്ന് ജനിച്ചതുപോലുമില്ല, എന്നിട്ട് നിങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നല്ലോ എന്ന് ഓർക്കുമ്പോഴാണ്. പിന്നെ അച്ഛനെന്ന് പറയുന്നൊരു വ്യക്തി വീഡിയോയിൽ വന്നിട്ട് ഒരുപാട് നാടകം കളിക്കുന്നതായിട്ട് നിങ്ങളെയൊക്കെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. നമ്മൾ ഇതിൽ കൂടുതൽ എന്തോ പറയാനാകത്തില്ല. കാരണം പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. പറഞ്ഞ് നമ്മുടെ നാവ് തന്നെ ഇതാവത്തുള്ളൂ. എന്തായാലും നല്ലതായിട്ടുണ്ട് കാണിക്കുന്ന. ഇതുപോലെ തന്നെ ഒരു ഗർഭിണിയായിട്ടുള്ളൊരു പെണ്ണ്, അതൊരു 8-9 മാസം, അതിനെ അത്രയ്ക്ക് സൂക്ഷിക്കേണ്ട ഒരാൾ. നിങ്ങളപ്പോൾ ഒന്ന് ആലോചിക്കുക, നിങ്ങൾക്ക് മനുഷ്യത്വമൊന്നും ഇല്ലെന്ന് ആലോചിക്കുന്നത്. ഇങ്ങനെ എന്തെങ്കിലും പറ്റിയായിരുന്നെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്ക്. സമാധാനത്തോടെ നിങ്ങൾക്കൊന്ന് കിടന്നുറങ്ങാൻ പറ്റുമോ? ഇപ്പം തന്നെ നിങ്ങൾക്ക് സമാധാനമുണ്ട്. നിങ്ങൾ പറയുന്നു കഴിഞ്ഞ വീഡിയോയ്ക്കകത്ത് ഞങ്ങൾ 4 മണിയായി ഫുഡ് കഴിച്ചിട്ട് ഞങ്ങൾ ഒന്നും ഇത് ചെയ്തിട്ടില്ല. എന്തുകൊണ്ട്? വീഡിയോ ആയിട്ട് വന്നതിന് ആര്? പ്രവീൺ ആദ്യം വന്നിട്ട് വാടക വീടും കാര്യങ്ങളും നോക്കാമെന്ന് പറഞ്ഞത്. അതിനുശേഷമല്ലേ നിങ്ങൾക്ക് ഇത്രയും ടെൻഷനും കാര്യങ്ങളും. ഈ കൊച്ചു തന്നെ ഈ വീഡിയോ അപ്ലോഡ് ചെയ്ത് വെച്ചിട്ട് അതിന് മുമ്പ് അവനെ വിളിച്ചിട്ടാണ് ഒരു പ്രശ്നവുമില്ല, നമുക്ക് നല്ല രീതിയിൽ പോകാമെന്നും പറഞ്ഞിട്ടുള്ള സംസാരിച്ചത്. എങ്കിലും അത് പറഞ്ഞ് നിങ്ങൾ ബന്ധുക്കാരൊക്കെ കാണുമെങ്കിൽ ഇത് പറഞ്ഞ് എങ്ങനെയെങ്കിലും തീർക്കാൻ നോക്കുക. തീർത്ത് കഴിഞ്ഞിട്ട് ഞാൻ ഒന്നേ പറയുന്നുള്ളൂ, പ്രവീണെ സ്വസ്ഥമായിട്ട് എവിടെയെങ്കിലും പോയി സമാധാനമായിട്ട് കുഞ്ഞും ഭാര്യയായിട്ട് ജീവിക്കുക. ഇടയ്ക്കൊക്കെ പോയി കാണുക, മിണ്ടുക, സഹകരിക്കുക. ഒരിക്കലും എന്താ പറയണ്ടേ, അടിച്ച് പിരിയാതിരിക്കുക. കാരണം എന്തായാലും നമ്മൾ വീടാണ്. പക്ഷേ ഞാൻ എന്താ പറയണ്ടേ, അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെയൊക്കെ വീട് സ്വർഗമാട്ടോ, ഭയങ്കര സ്വർഗ്ഗം. ഞങ്ങളൊക്കെ വഴക്കിട്ട് കഴിഞ്ഞാൽ 10 മിനിറ്റ് കൊണ്ട് അത് തീരും. പിന്നെ അച്ഛന് മക്കളെ അടിക്കുകയൊക്കെ ചെയ്യാം, അതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ പൂർണ്ണ ഗർഭിണിയായിട്ടിരിക്കുന്ന ഒരു പെണ്ണിൻ്റെ അടുത്ത് ഇതൊട്ടും നല്ലതല്ല, കേട്ടല്ലോ. അത് ഇനിയെങ്കിലും ചിന്തിക്കുക. എന്ത് മനുഷ്യരടയിൽ, അത്രേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. എന്തായാലും സത്യം എവിടെ ആണെങ്കിലും ജയിക്കട്ടെ. കൂടുതലും എൻ്റെ അഭിപ്രായത്തിൽ പ്രശ്നങ്ങൾ ഇനിയെങ്കിലും പറഞ്ഞു തീർത്തിട്ട് അവരവരുടെ കാര്യങ്ങൾ നോക്കുക, ജീവിക്കുക. അത്രയും ഞാൻ പറയാനുള്ളൂ. എന്തായാലും ഈ ഒരു ഒറ്റ ദിവസം കൊണ്ട് ഇപ്പം എല്ലാവരും ഓരോ യൂട്യൂബേഴ്സും വ്ളോഗും ഒക്കെ ചെയ്യുന്നവരൊക്കെ ഉണ്ട്, ഫാമിലി വ്ളോഗും കാര്യങ്ങളൊക്കെ. അവരെല്ലാവരും പറയുന്നത് വെച്ചാൽ പ്രണവ് പ്രവീണ് അവരെ കണ്ടുപിടിക്കുക. അവരും കല ഉടച്ചു സത്യത്തിൽ. ആർക്കും മാനസിക ബുദ്ധിമുട്ടുണ്ടാക്കാതിരിക്കുക. ഞാനത് തന്നെയാണ് കഴിഞ്ഞ വീഡിയോയിലും പറയാൻ ഉദ്ദേശിച്ചത്. പ്രത്യേകിച്ച് മൃദുലയൊക്കെ അതുപോലെ തെറി പറഞ്ഞിട്ടാണ് ഞാൻ പോയി സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചപ്പോൾ എന്നെയും കുറേ ആൾക്കാർ തെറിയൊക്കെ വിളിച്ചു. അത് ചിന്തിക്കണം, ഒരു കുഞ്ഞിൻ്റെ അമ്മയാണ്. അവർക്കിതൊക്കെ കണ്ടാൽ ചിലപ്പോൾ അവർക്ക് താങ്ങാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഇനിയും മനസ്സിലാക്കുക. ഓക്കെ ഗൈസ്, നമ്മുടെ വീഡിയോയിൽ ഞാൻ കുറേ പറയാൻ വേണ്ടി വന്നതാണ്. പക്ഷേ എന്താ പറയണ്ട, എനിക്ക് കൂടുതലൊന്നും പറയാൻ തോന്നുന്നില്ല. ഒരു ഇലയ്ക്കും മുള്ളിനും കേടില്ലാത്ത രീതിയിൽ ഞാനങ്ങ് വിട്ടുപോവുക, സത്യം പറഞ്ഞാലോ. അപ്പം നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ. ഓക്കെ ഗൈസ്, ബൈ, ലവ് യു ഓൾ ഗൈസ്. അപ്പോൾ നമ്മൾ ഒരു കാര്യം കൂടെ പറയാൻ അങ്ങ് വിട്ടുപോയി. ബർത്ത്ഡേ സംബന്ധമായിട്ടുള്ളൊരു കാര്യം സംസാരിച്ചു മൃദുലയുടെ. ആ സമയത്ത് അവർ പുറത്ത് നിൽപ്പുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. അതിൻ്റെ കറക്റ്റൊരു മറുപടി നമ്മുടെ പ്രവീൺ തരുന്നുണ്ട്. അതിനു മുമ്പ് ഇവർ പറഞ്ഞതിൻ്റെ വീഡിയോ ക്ലിപ്പ് ഒന്ന് നോക്കാം. ആൾക്കാർ ഏത് രീതിയിൽ എടുക്കുമെന്നോ എനിക്ക് അറിഞ്ഞൂടാ. നിങ്ങൾ എന്ത് വിചാരിച്ചാലും എനിക്കൊരു കുഴപ്പമില്ല. ഇനി എന്താന്ന് വെച്ചാൽ എന്തെങ്കിലുമൊക്കെ ആവട്ടെ, എനിക്ക് അതിൽ കൂടുതൽ എനിക്കൊന്നും പറയില്ല. വിവരമില്ലാത്തവരും പൊട്ടത്തരം ഒന്നും വിളിച്ച് പറയാണ്ട്. നമ്മൾ ചെന്നിട്ടും അവൻ പറഞ്ഞില്ല. അവളെ വാർഡിലോട്ട് ഇറക്കുന്ന സമയത്തും ഞാൻ അവിടെ നിൽപ്പുണ്ട്. എനിക്ക് വേണമെങ്കിൽ അപ്പോഴും കുഞ്ഞിനെ ഇറക്കിയ സമയത്ത് അവര് ബർത്ത്ഡേക്ക് കേക്ക് കെട്ടിയ സമയത്തും നമ്മൾ പുറത്തുണ്ടായിരുന്നു. അതൊന്നും ഉണ്ട്. അത് നമ്മൾ അവിടെ ചെന്ന സമയമായിരുന്നു. അതൊന്നും പറഞ്ഞിട്ട് അതൊന്നും ഓക്കെ, അതൊക്കെ അവരുടെ ഹാപ്പിനെസ് ആണ്. നമ്മൾ ചെല്ലുമ്പോൾ അവരുടെ സന്തോഷം പോകുന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ ഇല്ലാത്തതാണ് ഏറ്റവും നല്ലത്, അല്ലേ ചേ? എന്നും ഇപ്പൊ നമ്മൾ ഇങ്ങനെ ഇരിക്കുമെന്നല്ല. അവ ഇപ്പൊ വന്നു കഴിഞ്ഞാലും അതിൽ വേറെ പിണക്കങ്ങളും കാര്യമൊന്നുമില്ല. അവന്റെ വീട്, അവൻ എപ്പോ വേണമെങ്കിലും ഇവിടെ കയറി വരാം. ഇത് കഴിഞ്ഞിട്ട് അവൻ ഇവിടെ വന്നായിരുന്നു, കുഞ്ഞിന്റെ ഒരു ദിവസം വന്നായിരുന്നു. പ്രവീണിന്റെ മറുപടിയും കൂടെ നമുക്കൊന്ന് കണ്ടുനോക്കാം. വീഡിയോയിൽ പറയുന്ന ഒരു കാര്യമാണ്, ബർത്ത്ഡേയിൽ നമ്മൾ അവരെ വ്ളോഗിൽ വീഡിയോ എടുത്തില്ലെന്ന്, ബർത്ത്ഡേക്ക് വന്ന് പുറത്ത് നിൽക്കുന്നു എന്നുള്ളത്. ആൾറെഡി നമ്മൾ കേക്ക് കട്ട് ചെയ്തതിന് ശേഷമാണ് അവർ വന്നത്. അത് ഒന്നാമത്തെ കാര്യം. പിന്നീട് എന്തുകൊണ്ട് വീഡിയോ എടുത്തില്ല എന്നുള്ള കാര്യം ഞാൻ ഇപ്പം പറഞ്ഞുതരാം. അതിൻ്റെ ഒരു വോയിസ് ഞാൻ കേൾപ്പിച്ചു തരാം. ഇനി മേല ഞങ്ങൾക്കുള്ള വീഡിയോ നിന്റെ ചാനലിൽ ഇടരുത്.
നീ എവിടെയാന്ന് വെച്ചോ നിന്നോ. നീ ഞങ്ങളെ ഇനി വിറ്റ് നീ പൈസ ഉണ്ടാക്കരുത്. ഇനി ഞങ്ങൾക്കുള്ള വീഡിയോ നീ ഇടരുത്, നിന്റെ ചാനലിൽ ഇടരുത്. ഇഷ്ടമുള്ള കാര്യമല്ല. ഓക്കെ, അപ്പം അവർ തന്നെയാണ് പറഞ്ഞത് അവരുടെ വീഡിയോ ഈ ഒരു ചാനലിൽ ഇടരുത് എന്നുള്ളത്. മനസ്സിലായില്ലേ? അപ്പം ഞാൻ എങ്ങനെയാണ് അവരുടെ വീഡിയോ എടുക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. അവർ തന്നെയാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് ഇനി നമ്മളെ വീഡിയോ ഇനി ഇടരുത്. കാറിൽ കയറിയിരുന്ന് എങ്ങോട്ട് പോണം അറിയാത്തൊരവസ്ഥ. പ്രത്യേകിച്ച് ഞാൻ എഡിറ്റിംഗ് സമയത്താണ് ഇത് കണ്ടത്. അപ്പം അത് വെച്ചില്ലെങ്കിൽ പിന്നെ എനിക്കൊരു സമാധാനം കാണത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായി കാണുമല്ലോ. ലവ് യു ഓൾ ഗൈസ്. എനിക്ക് നല്ല ക്ഷീണമുണ്ട്, ഞാനൊന്ന് പോയൊന്ന് കിടക്കട്ടെ. ബൈ. പിന്നെ നമ്മുടെ വീഡിയോസ് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, സബ് ചെയ്യാത്തവർ സബ് ചെയ്യുക. എല്ലാവരുടെയും അഭിപ്രായങ്ങൾ ഇതിൻ്റെ അകത്ത് കമൻറ്റ് ബോക്സിൽ കാണണം. എല്ലാവരുടെ അഭിപ്രായങ്ങളും സത്യസന്ധമായിട്ടുള്ള കമൻറ്റും കാര്യങ്ങളും. തന്തയ്ക്ക് വിളിക്കുന്നവർക്കൊക്കെ അതുപോലെ വിളിക്കാം, ഒരു വിഷയമായിട്ടില്ല. നേരത്തെ എന്നെ വിളിച്ചവർ ഇപ്പോൾ ഒരുപാട് ആൾക്കാർ മെസ്സേജ് അയക്കുന്നുണ്ട്, പേഴ്സണലും മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഒരുപാട് സന്തോഷമുണ്ട്, അവർക്ക് കുറേയൊക്കെ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ കൊടുക്കുക. ബൈ, ലവ് വി ഓ.